എല്ലാവർക്കും നമസ്കാരം. ഒരു ജാതകം പരിശോധിച്ചാൽ അതിൽ നമുക്ക് ധനം തരുന്ന പ്ലാനറ്റുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏത് സമയത്താണ് ധനം കിട്ടുക എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് പ്രധാനമായിട്ട് നോക്കുന്നത് രണ്ടാം ഭാവവും 11ാം ഭാവമാണ്. രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ വെൽത്താണ്, 11ാം ഭാവം എന്ന് പറഞ്ഞാൽ അയാളുടെ ഗെയിനാണ്. അപ്പോൾ ഈ രണ്ടാം ഭാവാധിപൻ്റെ ദശയിൽ, 11ാം ഭാവാധിപൻ്റെ ദശയിൽ ഇയാൾക്ക് ധനം കിട്ടാൻ യോഗമുണ്ട്. ഒരു ജാതകത്തിലെ യോഗങ്ങൾ കാണിക്കുന്നത് അയാൾക്ക് എന്ത് കിട്ടുമെന്നാണ്. അയാൾക്ക് അത് എപ്പോൾ കിട്ടുമെന്ന് അറിയണമെങ്കിൽ ദശ അറിയണം. അതായത് കൺസേൺഡ് പ്ലാനറ്റുകളുടെ ദശ അയാളുടെ ജീവിതത്തിൽ വരുമ്പോൾ മാത്രമേ ആ ബെനിഫിറ്റ് അയാൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ രണ്ടാം ഭാവാധിപനെയും 11ാം ഭാവാധിപൻ്റെ ദശയിൽ അയാൾക്ക് വരുമാനം ലഭിക്കാം. 11ാം ഭാവാധിപൻ 2-ൽ വന്ന് നിൽക്കുക, രണ്ടാം ഭാവാധിപൻ 11-ൽ പോയി നിൽക്കുക. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കോമ്പിനേഷൻസാണ്. അതുപോലെ തന്നെ 5ാം ഭാവാധിപൻ എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വപുണ്യമാണ്. 9ാം ഭാവം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. അപ്പോൾ 5ാം ഭാവാധിപൻ്റെ ഒപ്പമോ 9ാം ഭാവാധിപൻ്റെ ഒപ്പമോ ഉള്ള പ്ലാനറ്റുകളും ആ പ്ലാനറ്റുകളുടെ ദശയിലും ഇയാൾക്ക് വരുമാനം അല്ലെങ്കിൽ ധനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നാച്ചുറലി വ്യാഴമാണ് ധനകാരകൻ എന്ന് പറയുന്നത്. ശുക്രനാണ് ഭൗതികമായ എല്ലാ സുഖങ്ങളെയും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ചന്ദ്രനാണ് മണി ഫ്ലോനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മെർക്കുറിയാണ് ഈ അക്കൗണ്ടബിലിറ്റി, അതായത് പണത്തിൻ്റെ സൂക്ഷിപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലാനറ്റുകളെല്ലാം പണത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളുടെ രണ്ടാം ഭാവത്തിൽ ഈ പറയുന്ന ചന്ദ്രനോ ബുധനോ വ്യാഴമോ ശുക്രനോ വരികയാണെങ്കിൽ അതും സൂചിപ്പിക്കുന്നത് ഇയാൾക്ക് നല്ല രീതിയിൽ ധനം കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നാണ്, ധനം ഉണ്ടാകുമെന്നാണ്. രണ്ടാം ഭാവാധിപൻ 9-ൽ പോയി നിൽക്കുക, രണ്ടാം ഭാവാധിപൻ അതായത് ധർമ്മസ്ഥാനത്ത്, രണ്ടാം ഭാവാധിപൻ 10-ൽ പോയി നിൽക്കുക, അതായത് കർമ്മസ്ഥാനത്ത് നിൽക്കുക, അല്ലെങ്കിൽ രണ്ടാം ഭാവാധിപൻ 11-ൽ പോയി നിൽക്കുക, അതായത് ഗെയിൻസിൻ്റെ പൊസിഷനിൽ നിൽക്കുക. ഇതൊക്കെ ധനയോഗമാണ്. അപ്പോൾ ഒരു ജാതകത്തിൽ പെട്ടെന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ധനം വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. എന്ത് യോഗമുണ്ടെങ്കിലും കൺസേൺഡ് പ്ലാനറ്റുകളുടെ ദശ വരുമ്പോൾ മാത്രമേ അത് അനുഭവത്തിൽ വരികയുള്ളൂ.